ഫ്രീ ഏണിങ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് കുറച്ച് അപ്ഡേറ്റുകൾ ഇങ്ങനെ കാണുന്നുണ്ട്. ഒന്ന് ബ്ലൂം ടോക്കണിൻ്റെയാണ്. ബ്ലൂമിൻ്റെ വന്നിട്ട് ടോട്ടൽ സപ്ലൈ 1 ബില്യൺ ആണ്. അതിലൊരു 20% നമുക്ക് എയർ ഡ്രോപ്പ് കിട്ടുന്നത്. അപ്പോൾ ആ 20%-ലും ചെറിയൊരളവ്, വലിയതായിട്ടൊന്നും ഇതിൽ പ്രതീക്ഷിക്കേണ്ട. കാരണം ഞാൻ ചെക്ക് ചെയ്തപ്പോൾ മീം പോയിൻറ്റും അതുപോലെ തന്നെ ടോക്കണും ഒക്കെ കോടിക്കണക്കിന്, എന്നാൽ 50 കോടി 100 കോടിയൊക്കെയാണ് പലരും ഏൺ ചെയ്തിരിക്കുന്നത്. നമ്മളൊക്കെ ലക്ഷങ്ങളുടെ പട്ടികയിലാണ് വരുന്നത്. അപ്പോൾ ചെറിയൊരു എയർ ഡ്രോപ്പ് കിട്ടും, വാല്യൂ കാണും. അപ്പോൾ ഇത് കൺഫേം ആയിട്ടുണ്ട്, ഇതിൻ്റെ TGയുടെ മറ്റേ അനൗൺസ്മെൻറ്റ്. അതുപോലെ തന്നെ പിന്നെയൊക്കെ കണ്ട ഒരു അനൗൺസ്മെൻറ്റാണ് ടെലഗ്രാമിൽ തന്നെ നമ്മൾ മൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഡോട്ട് കോയിൻ എന്ന് പറയുന്ന ഡോട്ട് കോയിനിൽ കുറച്ച് അനൗൺസ്മെൻറ്റ് കാണുന്നുണ്ട്. ഡോട്ട് കോയിൻ നിങ്ങൾ മൈൻ ചെയ്യുന്നവരാണെങ്കിൽ, ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുന്നവരാണെങ്കിൽ ഇത് അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൽ വന്നിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിൽ സെറ്റിങ്സിൽ നോക്കുക, അല്ലെങ്കിൽ ഏറ്റവും താഴെ ലെഫ്റ്റ് സൈഡിലുള്ള പ്രൊഫൈൽ ചെക്ക് ചെയ്താൽ മതിയാകും. പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഏതൊക്കെ വാലറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് കാണാൻ കഴിയും. വാലറ്റ് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ വെനം വാലറ്റ് ഇത് കോപ്പി ചെയ്തെടുക്കുക. ഇതിൻ്റെ തന്നെ നിങ്ങളുടെ എന്ത് ചെയ്യുക, ട്വിറ്ററിൽ പോവുക. ട്വിറ്ററിൽ പോയതിന് ശേഷം അവിടെ കുറച്ച് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഈ വാലറ്റ് അഡ്രസ്സ് കൊടുക്കുക. വെനം കോയിൻ ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ വെനം കോയിൻ മാക്സിമം നിങ്ങൾ കളക്ട് ചെയ്യുക. അതുപോലെ തന്നെ കീ എന്ന് പറഞ്ഞ് റീസെൻ്റ്ലി നമ്മൾ മൈനിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന അതിൻ്റെ വൈറ്റ് പേപ്പർ ഉടനെ തന്നെ റിലീസാകും. പിന്നെ വന്നിട്ട് ടൈം ഫാം, നമ്മൾ മൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈം ഫാമിൻ്റെ ഫാമിംഗ് ഇപ്പോൾ എൻ്റെ ആയിരിക്കുകയാണ്, അത് അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ ടൈം ഫാമിൽ നിങ്ങൾ കണ്ടിന്യൂ ആക്റ്റീവ് ആയിരുന്നുവെങ്കിൽ വീണ്ടും വെയിറ്റ് ചെയ്യുക. അതിൽ ടാസ്കുകൾ ഒരു 50% ആൻഡ് എബോവ് ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളവർക്കൊക്കെയാണ് ഇപ്പോൾ ഇനി ചെറിയ രീതിയിൽ എന്തെങ്കിലും എയർ ഡ്രോപ്പ് വരും. മെയിനായിട്ട് അവർ ടൈം കോയിനാണ് കൊടുക്കുന്നത്. ഇപ്പോൾ തന്നെ ഇവിടെ ഡ്രോപ്പ് ഈസ് കമ്മിങ് എന്ന് പറഞ്ഞ് ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയും നമ്മുടെ എത്രയാണോ ടൈം ടോക്കൺ ഉള്ളത് അതിൻ്റെ ഒരു 20% ആയിരിക്കും നമുക്ക് ചെറിയ രീതിയിൽ ഒറ്റയടിക്ക് കിട്ടത്തില്ല, ടൈം ടോക്കണായിട്ട് നമുക്കിവിടെ കിട്ടും. ഇതിൻ്റെ കുറേ കാര്യങ്ങൾ ക്രൈറ്റീരിയ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ടാസ്കുകളും ഇതിൽ ആക്റ്റീവ് ആയിരുന്നവർക്കാണ് ഇതിൽ കാര്യങ്ങൾ കിട്ടുക. ഇതിൽ ടാസ്കുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ടാസ്കുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ. അതുപോലെ തന്നെ ഏറ്റവും താഴെ റൈറ്റ് സൈഡിലായിട്ട് ഏൺ എന്ന് പറയുന്നൊരു സെക്ഷനുണ്ട്. ഇവിടെ വീക്ക്ലി ബേണിംഗ് ചലഞ്ച് നടക്കുന്നുണ്ട്. അത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, കാരണം കോടികൾ 500 കോടി 1000 കോടിയൊക്കെ പോയിൻറ്റ്സ് ഉള്ളവർക്കാണ് അത് ചെയ്യാൻ കഴിയുക. അപ്പോൾ സ്റ്റാക്കിങ്ങിൻ്റെ ഓപ്ഷൻ ഇപ്പോഴും അവൈലബിൾ ആണ്. സ്റ്റാക്ക് ചെയ്യണമെന്നുള്ളവർക്ക് സ്റ്റാക്ക് ചെയ്യാം, അതിപ്പോൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഫ്രണ്ട്സിനെ റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്ലെയിം ചെയ്യുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ചെയ്യാനുള്ളത്. പിന്നെ വന്നിട്ട് നമ്മൾ കുറേ നാളുകളായിട്ട് മൈൻ ചെയ്തിരിക്കുന്ന സത്തോഷി മൈനിങ് ആപ്ലിക്കേഷൻ വീണ്ടും ടോക്കണിൻ്റെ വില ഒന്ന് കൂടാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ തന്നെ അവരൊരു ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചുമായിട്ട് ഒരു പാർട്ണർഷിപ്പായിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ എക്സ് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ അവരുടെ ഒരു പുതിയ അനൗൺസ്മെൻറ്റ് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഓക്കെ. അവരുടെ ഈ എക്സിൽ നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ സത്തോഷി മൈനിങ് ആപ്ലിക്കേഷൻ ഒരു പുതിയൊരു പാർട്ണർഷിപ്പ് ആയിട്ടുണ്ട്. വോൾട്ട മാർക്കറ്റ് എന്ന് പറയുന്നവരുമായിട്ടാണ് പാർട്ണർഷിപ്പ് ആയിരിക്കുന്നത്. അത് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇതൊരു ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചാണ്. അപ്പോൾ ഇതിനകത്ത് തന്നെ ഒരു ഡെക്സ്, അപ്പോൾ സത്തോഷിയുടെ ഈ ആപ്ലിക്കേഷനിൽ തന്നെ ഒരു ഡെക്സ് ഓപ്പൺ ആകും എന്നാണ് കരുതുന്നത്. അപ്പോൾ നാളെയോടുകൂടി ഇതിൻ്റെ അനൗൺസ്മെൻറ്റ് വരും. അപ്പോൾ ഇത് കൂടെ നിങ്ങൾ ഫോളോ ചെയ്യുക. ഇതിൽ വന്നിട്ട് ഇതിൻ്റെ ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിലായിട്ട് ഇത് പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ ഇതുമായിട്ട് ഒരു പാർട്ണർഷിപ്പ് ആയിട്ടുണ്ട് നാളെ മുതൽ. അപ്പോൾ ഇതിൻ്റെ കൗണ്ട് ഡൗൺ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡീസെൻട്രലൈസ്ഡ് ഇത് ആയിക്കഴിഞ്ഞാൽ നമുക്ക് കോറുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, നമുക്ക് ട്രാൻസാക്ഷൻ ചെയ്യാൻ കഴിയും. ഇപ്പോൾ കോറിൻ്റെ കുറേ ടോക്കൺ വിഡ്രോ നമുക്ക് കിട്ടാനുണ്ട്. അതെല്ലാം ഇനി അടുത്ത് അപ്ഡേറ്റുകൾ വരുന്നതനുസരിച്ച് നമുക്ക് നോക്കാം. അതോടൊപ്പം തന്നെ നിങ്ങൾ മറീന പ്രോട്ടോക്കോളിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഇതിൽ വന്നിട്ട് ഇപ്പോൾ ഡിസ്കോഡിൽ വന്നിട്ട് കുറച്ച് ടാസ്കുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ ചെക്ക് ചെയ്യുക. നമ്മൾ വീഡിയോയിൽ പറഞ്ഞില്ല എങ്കിലും ഇതിൽ ഈ കമ്മ്യൂണിറ്റി ഈവൻറ്റ് ടിൽ TGE എന്ന് പറഞ്ഞിവിടെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതിൽ വന്നിട്ട് നമുക്ക് ഡിസ്കോഡിൽ കുറച്ച് കാര്യങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് ആൾറെഡി ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് നടന്നായിരുന്നു. ഇതിൻ്റെ ഒരു വേവ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യുക, ഡിസ്കോഡ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. വേണമെങ്കിൽ ഞാൻ ലിങ്ക് ടെലഗ്രാമിലും വാട്സപ്പിലും കൊടുത്തേക്കാം. അപ്പോൾ ഡിസ്കോഡ് നിങ്ങൾ ഓപ്പൺ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, കുറച്ച് ടാസ്കുകൾ ഇതിൽ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഇതിൽ ഇപ്പോൾ തന്നെ ഇന്ന് ഈ പുതിയ 9 മണിക്കൂറിന് മുമ്പ് ഒരു അനൗൺസ്മെൻറ്റ് ഇത് കാണുന്നുണ്ട്. അതിനു മുമ്പ്
കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത് ഒരു ഡിസ്കോഡിൽ വന്നിട്ട് ഒരു OG പാസ് ഒരു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എത്രത്തോളം പേര് ഇത് കളക്ട് ചെയ്തെന്ന് അറിയില്ല. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ പ്രോട്ടോക്കോളിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ടെലഗ്രാമിലും വാട്സാപ്പിലും കൊടുക്കുന്നുണ്ട്. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഇതുപോലെ വരും. ഇവിടെ വന്നിട്ട് അക്സെപ്റ്റ് ഇൻവൈറ്റ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഓപ്പണായി വരും. ആദ്യം ഇതിൻ്റെ വെൽക്കം ആയിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ വെരിഫൈ ചെയ്യേണ്ട ഒരു ഓപ്ഷൻ വരും. ഇതുപോലെ വെരിഫൈ ചെയ്യുക. ഓക്കെ, വെരിഫൈ ചെയ്തതിന് ശേഷം ഇതിൽ കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം ഇതിൽ ഒരു വേവ് റൈഡറിൻ്റെ ഒരു ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ട്. വീണ്ടും കണ്ടിന്യൂ കൊടുക്കുക. ഓക്കെ, കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം ഈ കാണുന്ന ഒരു ക്യാപ്ച നമുക്ക് ഇത് ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. 4 5 2 3 അത് കഴിഞ്ഞതിന് ശേഷം ആൽഫ അല്ല 4 9 ഇത്രയും ഇത് കൊടുക്കുക. കൊടുത്തതിന് ശേഷം അത് താഴെ കാണുന്ന ആരോയിലേക്ക് പോകും. അപ്പോൾ നെക്സ്റ്റ് ആയിരിക്കും ഇതുപോലെ ഒരു പേജ് വരിക. അപ്പോൾ അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് മടങ്ങി മെയിൻ പേജിലേക്ക് വരിക. മെയിൻ പേജിലേക്ക് വന്നതിന് ശേഷം ഇതിൽ വന്നിട്ട് ചെക്ക് ചെയ്യേണ്ട ഈ റോൾസ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് ഒരു ഓപ്ഷനുണ്ട്. ഇത് നിങ്ങളൊന്ന് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യുക, റോൾസ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് വരും. ഇവിടെ വന്നിട്ടിത് നമുക്ക് ലൈക്ക് ചെയ്യുക, ലൈക്കൊക്കെ ഒന്ന് ചെയ്യുക. ചെയ്തതിന് ശേഷം ബാക്ക് ഇറങ്ങുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ കാണുന്ന അനൗൺസ്മെൻ്റ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അനൗൺസ്മെൻ്റ് എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഈ അനൗൺസ്മെൻറ്റുകൾ നോക്കുക. അനൗൺസ്മെൻറ്റ് നോക്കിയതിന് ശേഷം ഇത് ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്തതിന് ശേഷം ഇത് റീട്വീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ റീട്വീറ്റൊക്കെ ജസ്റ്റ് ഒന്ന് ചെയ്യുക. ഇതിൽ മൊത്തം ഒന്ന് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഗീവ് എവേയുടെ ക്വിസ് ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ക്വിസിൽ നമ്മൾ ആൻസർ സബ്മിറ്റ് ചെയ്യണം. ഇതിൽ ഒരു ക്വസ്റ്റ്യൻ കാണുന്നത് വാട്ട് ഈസ് ദ നെയിം ഓഫ് ഗവർണർ ടോക്കൺസ് എന്ന് പറഞ്ഞ് കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക, റിവാർഡ് പോയിൻ്റ്, ഇതിൽ നമ്മൾ ആൻസർ നമ്മൾ സബ്മിറ്റ് ചെയ്യുക. ഇതിൻ്റെ സബ്മിറ്റ് എന്ന് പറയുന്നത് അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മെയിനായിട്ടുള്ള ടോക്കൺ ബേ ടോക്കൺ ആണ്. അപ്പോൾ ഇത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ കുറച്ച് ആക്റ്റീവ് ആയിരിക്കും. ഈ ദിവസങ്ങളിൽ നമ്മൾ ഇതിൻ്റെ TG വരുന്നത് വരെ ഇതിൻ്റെ ഡിസ്കോഡിൽ അത്യാവശ്യം നമ്മൾ ആക്റ്റീവ് ആയിരിക്കണം. ഓക്കെ, ഇതിൽ അത്യാവശ്യം ചെയ്യേണ്ട ടാസ്കുകളൊന്ന് ചെക്ക് ചെയ്യുക. ഇതിൽ എത്രത്തോളം ആക്റ്റീവ് ആയിരിക്കുന്നുണ്ടോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ TGയിൽ നമുക്ക് കുറച്ചുകൂടെ ബെനിഫിറ്റ് ഉണ്ടാകുന്നത്. ഡെയിലി ക്വിസ് എല്ലാ ദിവസവും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. എന്തെങ്കിലും ടാസ്കുകൾ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് ചെക്ക് ചെയ്യുക. ഇതിൽ വന്നിട്ട് ഒരു വേവ്സ് കളക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ ഓരോ ദിവസവും നിങ്ങൾ അത് നോക്കുക. അടുത്ത ദിവസങ്ങളിൽ ഞാൻ വീഡിയോ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അപ്ഡേറ്റുകൾ ഇടും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിലുള്ള ടാസ്കുകൾ. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റാണ് നമ്മൾ മെയിൻ ചെയ്ത സ്റ്റാർ ടവർ നെറ്റ്വർക്കിൽ അതിൻ്റെ KYC ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ട്വിറ്ററിൽ ഇതിൻ്റെ അനൗൺസ്മെൻറ്റ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതിൽ ട്വിറ്ററിൽ വന്നിരിക്കുന്ന അനൗൺസ്മെൻറ്റ് ഈ KYCയെ കുറിച്ചാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം തന്നെ ഒരു അനൗൺസ്മെൻറ്റ് വന്നിട്ടുള്ളത് 2 ദിവസത്തിനകത്ത് നമ്മുടെ ഈ KYC കംപ്ലീറ്റ് ചെയ്യണമെന്നാണ്. ഈ കാണുന്ന ഈ ലിങ്ക് ഇത് കോപ്പി ചെയ്തെടുക്കുക. ഇത് കോപ്പി ചെയ്തെടുക്കുന്നതിനേക്കാളും ഞാനൊരു ലിങ്ക് ഷെയർ ചെയ്യുന്നുണ്ട്. ആ ലിങ്ക് നിങ്ങൾ എന്ത് ചെയ്യുക, കോപ്പി ചെയ്തെടുക്കുക. കോപ്പി ചെയ്തെടുത്തതിന് ശേഷം ഈ നോഡ് നമുക്ക് ഇവിടെ ആഡ് ചെയ്യണം. ആഡ് ടു ഇവിടെ പറയുന്ന ന്യൂ നോഡ്, ഒരു നോഡ് നമുക്ക് ആപ്ലിക്കേഷനിൽ നമുക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം ഏറ്റവും താഴെ റൈറ്റ് സൈഡിൽ നമ്മുടെ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുക. പ്രൊഫൈൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒന്ന് സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്തതിന് ശേഷം ഇവിടെ ഈ നോഡ് സെറ്റിംഗ് എന്ന് പറയുന്ന ഈ ഓപ്ഷനുണ്ട്. നോഡ് സെറ്റിംഗ് എന്ന് പറയുന്ന ഇവിടെ ഓപ്ഷനുണ്ട്. ഓക്കെ, ഈ നോഡ് സെറ്റിംഗ് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ എന്ത് ചെയ്യുക, ആഡ് കസ്റ്റം നോഡ് എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഇത് എന്ത് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തതിന് ശേഷം കൺഫേം കൊടുക്കുക. കൺഫേം കൊടുത്തതിന് ശേഷം ഇവിടെ ഇത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇത് ആൾറെഡി ഞാനിത് എൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ പ്രോപ്പർലി വർക്കാകുന്നില്ല.
എങ്കിൽ നിങ്ങളുടെ ഇത് ഗ്രീൻ കളറിൽ ഇത് കാണണം, ഇത് പ്രോപ്പർ വർക്കാകണം, ഗ്രീൻ കളറിൽ ഇത് കാണണം. അപ്പോൾ ഇത് നോക്കുക, ഇത് ചെയ്യുക. ഇത് കംപ്ലീറ്റ് ആയാൽ മാത്രമേ നമ്മുടെ നോഡ് ഇത് റണ്ണിങ് ആകണം, കറക്റ്റായിട്ട് ഇത് റണ്ണാകണം. ഇതിപ്പോൾ ആപ്ലിക്കേഷനിൽ എന്തോ ചെറിയ എറർ ആണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇതിൻ്റെ മൈനിങ് ഇപ്പോൾ നടക്കുന്നില്ല, മൈനിങ് അല്പം അവർ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാര്യം മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യുക. നിങ്ങൾ നോഡ് സെറ്റിങ്ങിൽ പോവുക, ആപ്ലിക്കേഷൻ നേരത്തെ കൊണ്ടുവന്ന് ഇപ്പോൾ ഇത് പ്രോപ്പർലി വർക്കിംഗ് ആണ്. ഈ കാണുന്ന ഇതുപോലെ ഗ്രീൻ കളറിൽ നമ്മുടെ കാണണം. ഓക്കെ, ഞാൻ 1-2 പ്രാവശ്യമൊക്കെ കൊടുത്തു, അത് കറക്റ്റ് ആയിരുന്നില്ല. ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് വർക്കാകുന്നുണ്ട്. അപ്പോൾ സ്റ്റാർ നെറ്റ് ടവറിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുക. ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബാക്കി ഇതിൻ്റെ വിഡ്രോ TG അനൗൺസ്മെൻറ്റ് വരുന്നതനുസരിച്ച് എൻ്റെ വീഡിയോസ് ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നവർ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിടുക. വീഡിയോ എൻ്റെ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.